ഇന്ന് നമുക്ക് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് ക്ഷീണിച്ച് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, നമ്മൾ വീട്ടിൽ വരുന്ന വിരുന്നുകാർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് 1/4 കപ്പ് റവയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് പച്ചവെള്ളത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. വെള്ളം കുറച്ചീച്ച് ഒഴിച്ചിട്ട് നമ്മൾ ഭൂരിക്കൊക്കെ കുഴക്കില്ലേ, ആ ഒരു രീതിയിൽ നമുക്കതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. പൂരിക്കൊക്കെ കുഴക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് ബീഫാണ്. വളരെ കുറച്ച് ബീഫേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു 3-4 വിസിലിന് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സി ജാറിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഇതേപോലെ നമുക്കതൊന്ന് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഞാനിവിടെ ചെറിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ 5 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും നമ്മൾ കുക്കറിലിട്ടൊന്ന് വേവിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കണേ. കട്ടകളൊന്നും ഇല്ലാണ്ട് നമ്മളിത് നല്ലോണം തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 2 സ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കാം. അത് നമ്മൾ നല്ലതുപോലെ തന്നെ കുഴയ്ക്കുമ്പം കുറച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേണ്ടത് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബീഫ് ഉണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് നല്ലോണം തന്നെ ഒന്ന് കുഴച്ച് കൊടുക്കാം കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഇങ്ങനെ തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ആ ഒരു മൈദേൻ്റെ മാവുണ്ടല്ലോ, അത് എടുത്തിട്ട് നമുക്ക് ചെറിയ ബോളുകളാക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കാം. പക്ഷെ റൗണ്ട് ഷേപ്പിലല്ല, കുറച്ചൊരു ഓവൽ ഷേപ്പിൽ വേണം കേട്ടോ നമ്മളിതൊന്ന് പരത്തിയെടുക്കാൻ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഈ ഒരു മൈദയിലേക്ക് നമുക്ക് നല്ലോണം തന്നെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ഫുള്ളായിട്ട് തേക്കേണ്ട ആവശ്യമില്ല. പകുതി ഭാഗത്ത് ഇതേപോലെ ഒരു ഫോർക്ക് എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ഫുൾ സൈഡിലും ആകുന്നത് പോലെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ പകുതി ഭാഗത്ത് അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള പകുതി ഭാഗം ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കത്തി വെച്ചിട്ട് മുറിച്ച് കൊടുക്കാം കേട്ടോ. ചെറിയ നീളത്തിൽ ചെറുതാക്കിയിട്ട് ഒന്ന് മുറിച്ച് കൊടുക്കാം. കൂടുതൽ കനം കുറഞ്ഞു പോകണ്ട, കുറച്ചൊരു കനത്തിൽ നമുക്കൊരു വിരലിൻ്റെ ഒക്കെ തടിയിൽ നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മളിതാ ഇതേപോലെ നീളത്തിൽ മുറിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോ പീസ് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒന്നിങ്ങനെ കൈവച്ച് തിരിക്കുമ്പോൾ തന്നെ നല്ലൊരു ഷേപ്പായി വരും കേട്ടോ. അപ്പോൾ കാണാനും നല്ല ഭംഗിയാണ്. ഭയങ്കര കറുമുറുമായിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് നമുക്ക് എല്ലാം എടുക്കാം. അതേപോലെ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. എണ്ണയിലേക്ക് ഇടുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്സ് ഒന്നും പുറത്തേക്കൊന്നും വരില്ല കേട്ടോ. നമ്മൾ കോൺഫ്ലവർ ഇട്ടതുകൊണ്ട് തന്നെ അത് നല്ല സ്റ്റിക്കി ആയിട്ട് തന്നെ അവിടെ നിന്നോളൂ കേട്ടോ. അപ്പോൾ
നമ്മൾ ഇതേപോലെ എല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇത് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. എന്നിട്ട് വേണം കേട്ടോ നമ്മൾ ഇതേപോലെ ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഭയങ്കര ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണേ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. ഉണ്ടാക്കാനും ഭയങ്കര ഈസിയാണ് കേട്ടോ. കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും. ഇനിയിപ്പോൾ സ്കൂളിലേക്ക് സ്നാക്കായിട്ട് കൊടുത്തു വിടാനാണെങ്കിലും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുഴുവനായിട്ടും ഇതേപോലെ തന്നെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് തന്നെ ഇത് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ. ഇതിന് പേരൊന്നും ഞാൻ ഇട്ടിട്ടില്ല. അപ്പം പേര് ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഭയങ്കര ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യണേ.